ബൈ ദ പീപ്പിൾ പൊതുജനം പ്രതികരിക്കുന്നു. ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയോട് സർക്കാരിന് അവഗണനയോ? ഈ വിഷയത്തിലാണുള്ള പ്രതികരണമാണ് ഷെക്കന ന്യൂസ് പ്രേക്ഷകരിൽ നിന്ന് തേടിയത്. തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ കാണാം. തീർച്ചയായും അവഗണന തന്നെയാണ്. ഞങ്ങളുടെ കുട്ടി പഠിക്കുന്ന വെള്ളയാങ്കുടി അസിസി സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചിട്ട് 33 വർഷമായി. സർക്കാർ അനുശാസിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും അതിനെ എയ്ഡഡ് സ്കൂളായി ഉയർത്തുകയോ അധ്യാപകർക്ക് ശമ്പളം നൽകുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. ഇത്തരുണത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു. ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയോട് സർക്കാർ കടുത്ത അവഗണന തുടരുകയാണ്. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് യാതൊരു അംഗീകാരം നൽകുന്നതിനോ അധ്യാപകർക്ക് അവർക്ക് അർഹമായ ശമ്പളം നൽകുന്നതിനോ ആനുകൂല്യങ്ങൾ നൽകുന്നതിനോ സർക്കാർ തയ്യാറാവുന്നില്ല. അതോടൊപ്പം കുട്ടികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ ഇതെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. നിർധനരായ കുട്ടികൾ പലപ്പോഴും പെൻഷൻ പോലും ലഭിക്കാതെ വിഷമിക്കുന്ന ഒരവസ്ഥ. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഒരു വർഷം ഒരു കുട്ടിക്ക് 28,000 രൂപ നൽകണമെന്നാണ് നിർദ്ദേശമെങ്കിലും ഇതൊക്കെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുക. പല പഞ്ചായത്തുകളിലും 5,000 രൂപ മുതൽ 10,000 രൂപ വരെ മാത്രമാണ് നൽകുന്നത്. അതോടൊപ്പം യാത്രാ ചെലവിനോ മറ്റ് സംവിധാനങ്ങൾക്കോ കുട്ടികൾക്ക് യാതൊരു മാർഗവുമില്ല. ഇങ്ങനെ ഭിന്നശേഷി കുട്ടികളായ ആയിരക്കണക്കിന് കുട്ടികളുള്ള കുടുംബങ്ങൾ തീരാ ദുരിതത്തിലാണ്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടികളുണ്ടാകും. പല സ്കീമുകളിൽപ്പെട്ട അവരുടെ ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി കൊടുത്താൽ തന്നെ അത് കാലതാമസം വരുത്തുക തുടങ്ങിയ സമീപനങ്ങളാണ് ഗവൺമെൻറ്റുകൾ വെച്ച് പുലർത്തുന്നത്. പെൻഷൻ പോലും സമയത്ത് കിട്ടുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ വെച്ച് താമസിപ്പിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ. കിടപ്പ് അവരെ പരിചരിക്കുന്നവർക്കുള്ള വെറും 600 രൂപയുടെ ആശ്വാസവിതരണം പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്നു. അത് 2021 വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്, വീണ്ടും കൊടുക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധി അവഗണനകളാണ് നിലനിൽക്കുക. ആരോട് പറയാനെന്നൊക്കെ ഓർത്ത് വ്രണിതചിത്തരായി കഴിയുന്ന രക്ഷിതാക്കളാണ് എല്ലായിടത്തും ഉള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഈ സാധാരണ വ്യക്തികളെ പോലെ 18 വയസ്സ് വരെ അവരെയും നിജപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സ്കോളർഷിപ്പില്ല. ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ പെൻഷൻ തടയുന്നു, അതിന് നിബന്ധനകൾ വയ്ക്കുന്നു. അവരുടെ മറ്റുള്ള സാധാരണ ആൾക്കാരെ പരിഗണിക്കുന്നത് പോലെ നിബന്ധനകൾ വയ്ക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വിചിത്രങ്ങളായ കാര്യങ്ങളാണ് ഈ മേഖലയിൽ നടക്കുന്നത്. നമുക്ക് ഈ കുട്ടിക്ക് കിട്ടേണ്ട ധനസഹായങ്ങൾ ഒന്നും തന്നെ കിട്ടാറില്ല. ഈ പെൻഷനായിട്ട് 1,600 രൂപ അല്ലാതെ 1 രൂപ പോലും ഈ വിഹിതത്തിൽ നമുക്ക് കിട്ടുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ഡ്രസ്സും കാര്യങ്ങളും പാഠപുസ്തകങ്ങളും ബാഗും എല്ലാം മേടിച്ച് സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അപ്പം നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട ഈ 1,600 രൂപ അല്ല പെൻഷൻ അല്ലാതെ ഒരു വിഹിതവും നമുക്ക് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോലും കിട്ടുന്നില്ല. നമ്മുടെ നിരന്തരം അപേക്ഷ മേടിക്കാറുണ്ട്, എല്ലാ പ്രാവശ്യവും അപേക്ഷ മേടിക്കാറുണ്ട്, എല്ലാ പ്രൂഫുകളും റെഡിയാക്കി നമ്മൾ അപേക്ഷ കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇന്നേ വരെ നമുക്ക് പൈസ ലഭിച്ചിട്ടില്ല. 2 പ്രാവശ്യം 28,000 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. അതിനോടിടയ്ക്ക് കൊച്ചിന് 17 വയസ്സായി. അതിനോടിടയ്ക്ക് നമുക്ക് ഇന്നേ വരെ പൈസ കിട്ടിയിട്ടില്ല. പൊതുജന സമൂഹത്തിൽ നിന്നുള്ളൊരു അഭിപ്രായത്തിൽ എന്ന രീതിയിൽ ഭിന്നശേഷിക്കാരെ വളരെയധികം അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ സർക്കാർ വിദ്യാഭ്യാസത്തിലും കലോത്സവങ്ങളിലും പൊതുസമൂഹത്തിലും ഭിന്നശേഷിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനം സർക്കാർ ഒന്നുകൂടെ ഊർജിതപ്പെടുത്തണമെന്നും അവരെ എല്ലാ മേഖലയിലും മാനസികപരമായിട്ട് ഭിന്നശേഷി എന്നുള്ള ആ ഒരു പരിഗണനയിൽ നിന്ന് അവരെ ഉയർത്തി പൊതുസമൂഹത്തിന് മുന്നിലും വിദ്യാഭ്യാസത്തിലും കലോത്സവ മേഖലകളിലും അവരെ മാക്സിമം പരിഗണിച്ചുകൊണ്ട് സർക്കാർ സംവിധാനം അവർക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഇതിൽ പൊതുജനം എന്ന രീതിയിൽ നമ്മളൊരു അഭിപ്രായം. പൊതുജനം എന്ന നിലക്ക് ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി സർക്കാർ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറെ കൂടെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കായികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്. ഭിന്നശേഷിക്കാരെ ഉണർത്തി കൊണ്ടുവരാനും അവരെ വിദ്യാഭ്യാസം കലാപരമായ കാര്യങ്ങളിൽ ഒന്നുകൂടി ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്നും പിന്നെ അവരെ നമ്മളെ പോലെ തന്നെ ആക്കിയെടുക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും
വിദ്യാഭ്യാസത്തിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ അഭിപ്രായപ്പെടുന്നു.